ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വിഷുവിന് ഇറങ്ങിയ നമ്മുടെ ബേസിലിൻ്റെ മരണമാസും അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയുടെ ബസൂക്കയും തുടങ്ങിയ സിനിമകളുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ റണ്ണ് എല്ലാ തിയേറ്ററുകളിലും അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എത്രയാണ് ഇതിൻ്റെ കളക്ഷൻ എന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബേസിലിൻ്റെ മരണമാസിൽ നിന്നും തുടങ്ങാം. വളരെ ബഡ്ജറ്റ് കുറഞ്ഞൊരു ചെറിയ സിനിമയായിരുന്നു. അപ്പം നമുക്ക് കേരളത്തിൽ നിന്നും വന്നിരിക്കുന്ന ഫൈനൽ കളക്ഷൻ 13,05,00,000 രൂപയാണ് ഫൈനൽ വന്നിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും, അതായത് കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കളക്ഷൻ അവസാന ഫൈനൽ കളക്ഷൻ വന്നിരിക്കുന്നത് 1,48,00,000. ഓവർസീസിൽ നിന്ന് വന്നിരിക്കുന്ന ഫൈനൽ കളക്ഷൻ $6,58,000, അതായത് ഏകദേശം ഇന്ത്യൻ മണി 5,52,00,000 രൂപയുമാണ്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ വന്നിരിക്കുന്നത് 20,05,00,000 രൂപയാണ്. ഇനി നമുക്ക് പ്രൊഡ്യൂസർക്ക് എത്ര രൂപ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. അപ്പം കേരളത്തിൽ നിന്നും മരണമാസിന് കിട്ടിയ പ്രൊഡ്യൂസർ ഷെയർ എന്ന് പറയുന്നത് 5,45,00,000 രൂപയാണ്. വേൾഡ് വൈഡ് ടോട്ടലായിട്ട് പ്രൊഡ്യൂസർക്ക് കയ്യിലേക്ക് കിട്ടിയ ഷെയർ 8,80,00,000 രൂപയാണ്. അപ്പം നമുക്കിതിനെ ഒരു ഹിറ്റെന്നോ സൂപ്പർ ഹിറ്റെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഏകദേശം ഒരു 8 കോടിക്ക് മുകളിൽ തന്നെ ബഡ്ജറ്റുള്ളൊരു സിനിമയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ഹിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരിക്കലും ഇതിനൊരു ഫ്ലോപ്പെന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇനി അതിനുശേഷം നമുക്ക് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ബസൂക്കയെ പറ്റി നോക്കാം. ബസൂക്കയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ നെഗറ്റീവ് റെസ്പോൺസുകളാണ് വന്നത്. അതുകൊണ്ട് തന്നെ പടത്തിന് വലിയൊരു കളക്ഷൻ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ഫൈനൽ കളക്ഷൻ വന്നിരിക്കുന്നത് 13,66,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഫൈനൽ കളക്ഷൻ വന്നിരിക്കുന്നത് 1,45,00,000. ഓവർസീസിൽ നിന്ന് 1.22 മില്യൺ, അതായത് ഏകദേശം 10,35,00,000 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓവർസീസിൽ നിന്ന് നെഗറ്റീവ് റെസ്പോൺസ് വെച്ചിട്ട് 1 മില്യന് മുകളിൽ കളക്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ വന്നിരിക്കുന്നത് 25,46,00,000 രൂപയാണ്. ഇനി നമുക്ക് പ്രൊഡ്യൂസർക്ക് കിട്ടിയ ഷെയറിനെ പറ്റി നോക്കാം. കേരളത്തിൽ നിന്നും പ്രൊഡ്യൂസർക്ക് കിട്ടിയത് 5,90,00,000 രൂപയും വേൾഡ് വൈഡ് ടോട്ടൽ പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് വന്നിരിക്കുന്നത് 11,50,00,000, 11.5 കോടിയുമാണ്. അപ്പം എന്തായാലും ഈ പടത്തിന് ബഡ്ജറ്റ് 40 കോടിക്ക് മുകളിലുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ വേൾഡ് വൈഡ് 11.5 കോടി പ്രൊഡ്യൂസർ കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു നല്ല ഡിസാസ്റ്റർ മൂവിയാണ്. അപ്പോൾ എന്തായാലും അടുത്ത കളംകാവൽ എന്ന് പറഞ്ഞ സിനിമയിലൂടെ മമ്മൂക്ക വീണ്ടും തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ കഴിയുകയാണ്. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് നാളെ രാവിലെ തന്നെ എല്ലാ ദിവസത്തെയും പോലെ കാണാം. അപ്പോൾ എല്ലാവർക്കും